പറയാൻ നേരമില്ല. എന്നാലും നാളെ നടന്നിട്ട് ഒരു കാര്യമില്ല. എന്നല്ലേ മുത്തശ്ശൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത്? ബ്രിഗേഡിയർ നമ്പ്യാരുടെ ഫാമിലി ഫംഗ്ഷന്റെ കാര്യം കാലത്ത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഇനി അത് നിന്റെ അമ്മയുടെ വായി നിന്നെ കേൾക്കണമെന്നില്ല. അതിന് സമയമാവുന്നല്ലേ ഉള്ളൂ. ഞാൻ ready. എന്റെ പൂച്ചക്കുഞ്ഞ് എന്താ ഇരട്ടത്ത്? എന്ത് പറ്റി? എന്താ ഉണ്ടായേ? ആ ശരത് തന്നെ. എന്താ അവന്റെ ഉദ്ദേശം? ഇന്ന് രാത്രി 8 മണിക്ക് ഹോട്ടൽ റീജൻസിയിൽ 307 നമ്പർ റൂമിൽ ചെന്നില്ലെങ്കിൽ ഈ ഫോട്ടോകൾ ഇന്റർനെറ്റിൽ പരസ്യപ്പെടുത്തും അത്ര. പലതവണ എന്നെ ഔട്ടിങ്ങിന് വിളിച്ചതാ. അപ്പോഴൊക്കെ ഞാൻ എതിർത്തു. ഒടുവിൽ ഇതാ ഭീഷണി. ഒന്നും സംഭവിക്കില്ല. ആ ഫ്ലോട്ടിന്റെ വൃത്തിയായിട്ട നമ്പറാ ഇതൊക്കെ. എന്തായാലും നമ്മളായിട്ടുണ്ടാക്കിയ പ്രശ്ന നമ്മൾ തന്നെ പരിഹരിച്ചേ പറ്റുള്ളൂ. അമ്മ അറിഞ്ഞ അത് മതി. എനിക്ക് പേടിയാവുന്നു. അറിയരുത്. അമ്മ മാത്രമല്ല ആരും. ധൈര്യമായിട്ടിരിക്കെ. ഞാനില്ലേ കൂടെ. ഈ കോലം കണ്ടാ മതി അമ്മയും മുത്തശ്ശനും സംശയിക്കാൻ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നീ പോയി റെഡിയായേ പോ. സമയം വൈകിലോ? നീ ഇതെങ്ങോട്ടാ? സ്റ്റുഡിയോ വരെ. ഈ രാത്രിയിലോ? ഇപ്പഴാ ഓർത്തത്. നാളത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യാനുണ്ട്. എന്ത് മലമറിക്കുന്ന ജോലിയായാലും ശരി, ഇന്ന് നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. എന്താ മേം സാബ് ഇങ്ങനെ വാശി പിടിച്ചാലോ? ചെയ്യും തൊഴിൽ അന്നമെന്നല്ലേ. ഈ മുത്തശ്ശനാണ് സത്യം. സ്റ്റുഡിയോ വർക്ക് കഴിഞ്ഞത് നേരെ ഫംഗ്ഷൻ. ഓക്കെ? കണ്ടില്ല അവളുടെ അനുസരണക്കേട്. ഈ മരഞ്ചാടിയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കണക്കിന് അവൾ ഇല്ലാത്തത് നന്നായി. വന്നാ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കും, അത് ഉറപ്പാ. Wedding anniversary celebrations of Brigadier KP Nambiar and Mrs. Sulochana Nambiar. Thank you. Good evening, everybody. Ayyo. Sir, good evening. Good evening. Yes, come in. പ്രതീക്ഷിച്ചില്ല അല്ലേ? പൂജയ്ക്ക് പകരം പിങ്കി. എന്തോ ഇഷ്ടായില്ലേ? തന്നെ സമ്മതിച്ചിരിക്കുന്നു. കൊള്ളാവുന്ന കുടുംബത്തിലെ പെമ്പിള്ളാരെ കറക്കിയെടുത്ത് മോർഫിംഗിലൂടെ ഒരു ബിസിനസ് ബ്ലാക്ക്മെയിൽ. അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ നീ ധരിച്ചത്? നിന്നെ കണ്ട് അവള് ഭ്രമിച്ചു പോയെന്നോ? ഒന്ന് ഭീഷണിപ്പെടുത്തിയാ പേടിച്ചു വരേണ്ട സർവ്വത നിന്റെ കാൽക്കീഴിൽ സമർപ്പിക്കുമെന്നോ? ഒന്ന് മോഹിച്ചു പോയി എന്ന് കരുതി ഇത്തരം വൃത്തിയായിട്ട തന്ത്രങ്ങളുമായി വന്ന് ആ പാവത്തിനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ. എന്താ ഭീഷണിയാ? അതേടാ, ഭീഷണി തന്നെയാ. നീ ടോസ് ചെയ്ത അതേ നാണയം കൊണ്ട് തന്നെ നിന്നെ ഞാൻ കുരുക്കും. ഇത് സാക്ഷാൽ ഗന്ധർവൻ. സിറ്റി പോലീസ് കമ്മീഷണർ ദീപക് ശർമ്മയുടെ സീമന്തപുത്രി പൂനം ശർമ്മ. ഇനി വീരശൂര പരാക്രമിയായ ഈ കാമദേവൻ ചേട്ടന്റെ പ്രണയക്കേളികൾ നോക്കിയേ. താമസിയാതെ ഈ ലീലാവിലാസങ്ങൾ ഇന്റർനെറ്റിൽ പ്രദർശിപ്പിക്കപ്പെടും. അറിയാലോ, ഈ പെങ്കൊച്ചിന് ചുമ്മാ ഒന്ന് കമന്റ് അടിച്ചു പോയതിന് പാവം ഒരു MBA വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ വേര് തോണ്ടി കഷായം കാച്ചിയവനാ കമ്മീഷണർ. ചേട്ടൻ പേടിച്ചു അല്ലേ? ഇതൊരു സാമ്പിൾ മാത്രം. കാലം മാറി മോനെ. ഇത്തരം ചപ്പടാച്ചി വേലകൾ കൊണ്ടൊന്നും ഇനി പെമ്പിള്ളാരെ പാട്ടിലാക്കാൻ പറ്റില്ല.
ഒലിപ്പീരുമായി ഈ ചോക്ലേറ്റ് കുട്ടപ്പനെ ഇനി ആ പരിസരത്തെങ്ങാനും കണ്ടാലുണ്ടല്ലോ. മോളെ മോളെന്താ ഇവിടെ? അത് അങ്കിൾ, ഞാൻ പിന്നെ എന്റെ ഒരു ഗസ്റ്റിനെ കാണാൻ വന്നതാ. ഈ രാത്രിയിലോ? ആരാ ഗസ്റ്റ്? അങ്കിളിന്റെ ആളെ അറിയില്ല. സ്റ്റുഡിയോയിൽ ഇത്തിരി ജോലിയുണ്ട്, ഞാൻ പോട്ടെ. How are you, madam? What's up in your life? Where is Pinky? Excuse me. ഹലോ. How are you? മോളങ്ങ് വളർന്നു പോയല്ലോ. ഞാൻ പോട്ടെ അങ്കിൾ. എന്തായി? എല്ലാം ഓക്കെ. ആ ഫ്ലേർട്ടിന്റെ നട്ടല് പിഴുതെടുത്താ ഞാൻ വരുന്നത്. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. എന്റെ പൂച്ചക്കുട്ടി, ഇനി ടെൻഷനൊന്നും വേണ്ട. ഹേയ് മാം, നിൽക്കും. എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? സ്റ്റുഡിയോയിലെ ജോലി തീർന്നു. നീ മിണ്ടരുത്. ഹായ് ഡോക്ടർ. ഹലോ. ആരാ ഇവരൊക്കെ? ഇതിന്റെ മോളാ പൂജ. എന്ത് ചെയ്യുന്നു? ടീച്ചറാ. ഓ വെരി ഗുഡ്. ഇത് ഞങ്ങൾക്ക് അല്പം ധൃതിയുണ്ട്. സോറി. ഓക്കെ. ഹായ്, ഇതാര് പിങ്കി മോളോ? എന്താ പശുക്കിടാവിനെ പോലെ തനിച്ച് നിന്നായി കിടക്കുന്നത്? ചുമ്മാ. നോ, ഐ ഹാവ് ടു അഡ്വൈസ് യു. തന്റെ കോമാളി ഷോ ഞാൻ കാണാറുണ്ട്. ഇറ്റ്സ് വെരി ബോറിംഗ്, ഗുഡ് ഫോർ നത്തിങ്. കോളനിയിലെ ലോക്കൽസിനൊപ്പം കൂടി ഒരു ബഫൂൺ കളി. ദാറ്റ് ഇസ് നോട്ട് പിങ്കി ഷോ, ഇറ്റ്സ് മങ്കി ഷോ. പ്ലീസ് അങ്കിൾ, ഞാനിപ്പോ നല്ല മൂഡിലല്ല, വിട്ടേക്ക്. No, 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 you have to listen to me. You know, we will lose our culture and dignity if you move with these sort of low-class people. It will not affect you, but it will affect the goodwill of Rajalakshmi. You know, you should follow the European culture. പോടാ പട്ടി. What? പോടാ യൂറോപ്യൻ പട്ടി. സബ്ജി ഫിഷ് का टाइम. हाँ जी, हाँ जी, हाँ जी. Thank you very much, ladies and gentlemen. എന്റെ ഈശ്വര, അപ്പൊ വിഐപികൾക്കിടയിലുണ്ട് കുറുക്കന്മാർ. എന്താ പറ്റി? പെട്ടെന്ന് തിരിച്ചല്ലോ. ഫംഗ്ഷൻ കൊളായി. ഏതോ തല തിരിഞ്ഞ തെണ്ടി ഫ്യൂസ് ഊരി ജനറേറ്ററിൽ വെള്ളം ഒഴിച്ചു വെച്ചു. ആ തെണ്ടി ഈ തെണ്ടിയുടെ പേരക്കുട്ടിയാണെങ്കിലോ? ഹമ്പടി കേമി, അത് നീയായിരുന്നു. സത്യം പറയാലോ, ലൈറ്റ് പോയതുകൊണ്ട് നിന്റെ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് സംഭാര സ്റ്റൈലിൽ ടപ ടപാന്ന് 4 എണ്ണം കടിച്ചു. അതുകൊണ്ട് മൈതാന കുറുക്കനെ പോലെ മനസ്സറിഞ്ഞു ഒന്ന് കൂവാൻ പറ്റി. ഇങ്ങനെ വായ തുറന്നൊന്ന് കൂവിയിട്ട് കാലം എത്രയായിന്നറിയോ? പക്ഷെ കുടിച്ചതൊക്കെ ഇറങ്ങി. സ്മാളുണ്ടാ? മോളുണ്ടോന്ന് ചോദിക്കായിരുന്നു. അത്താഴ പട്ടിണി കിടക്കരുതല്ലോ. എനിക്കറിയാം, ഇത്രയൊക്കെ അവിടെ ഒപ്പിക്കണമെങ്കിൽ അത് ഇവളെ കൊണ്ടേ പറ്റുള്ളൂന്ന്. അതെ, ഞാൻ തന്നെയാ ചെയ്തത്. എനിക്കിപ്പോ അറിയണം ഞാൻ നിങ്ങളുടെ ആരാ. എന്നെ മോളെന്ന് പരിചയപ്പെടുത്തിയ ലഫ്റ്റനന്റ് കേണൽ രാജലക്ഷ്മിയുടെ മാനം കപ്പൽ കയറോ? എങ്ങനെ ഞാൻ പരിചയപ്പെടുത്തും? സ്റ്റുഡിയോയിലേക്ക് കള്ളം പറഞ്ഞ് എവിടെയാ നീ പോയത്? ഹോട്ടലില്. ഞങ്ങളോടൊക്കെ നുണ പറഞ്ഞ് നീ ആരെ കാണാനാ പോയത്? ചോദിച്ചത് കേട്ടില്ലേ? പറയില്ല. കള്ളം മനസ്സിലുള്ളപ്പോ അവൾ എങ്ങനെ അത് പറയും? അതെ, ഞാൻ പലയിടത്ത് പോകും, പലരെയും കാണും. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ മാനം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ല. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. അതാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തൽക്കാലം എനിക്കില്ല. എന്തിനാ നീ മറച്ചു വെച്ചത്? എല്ലാം തുറന്നു പറയായിരുന്നില്ലേ? അമ്മയ്ക്ക് എപ്പോഴും നിന്നെ കുറിച്ചാ വേവലാതി. ഇതോടെ കേട്ടാ അമ്മ തകർന്നു പോവും. വേണ്ട, എന്നും അമ്മയുടെ ഗുഡ് ബുക്കിലെ റെഡിംഗുകാരിയായി ഞാൻ. അമ്മയുടെ ഭാഷ പറഞ്ഞ ഒരു തലതെറിച്ചവൾ. താൻ തോന്നി, അതങ്ങനെ തന്നെ കിടക്കട്ടെ. എങ്കിലും എനിക്ക് വേണ്ടി നീ നോ, അങ്ങനെ പറയരുത്. We two, we are one. Thanks. You are welcome. ഞാൻ ജാദു, സ്പേസിലെ ബാർമാനാ. സ്പൈസി ആയിട്ട് തൊട്ട് നോക്കാൻ അച്ചാറെടുക്കട്ടെ.
ആ കുട്ടി പിശാചിനെ ഞാനും കണ്ടു. അത് ടിവിന്ന് പുറത്ത് ചാടിയതാ. പേടിയുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്റെ ചുറ്റും നിന്നോ, നിങ്ങൾക്കൊരു ധൈര്യത്തിന്. എന്താ ഇവിടെ ബഹളം? ആരെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തത്? അപ്പൊ കറണ്ട് പോയതല്ലേ? എനിക്കറിയാം. ഒടുവിൽ ഇതും എന്റെ തലയിലാവും. എന്താ ഇവിടെ സംഭവിച്ചത്? ഞങ്ങള് ടിവിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ കറണ്ട് പോയത്. ആ നേരം കൊണ്ടാ ടിവി പുറത്ത് ചാടി. അതിനെ കണ്ട ഇതുപോലെ ഇരിക്കോ? അയ്യോ. വയസ്സ് ഇത്രയായിട്ട് നിന്റെ കുസൃതിത്തരത്തിന് ഒരു കുറവുമില്ല. നീ ഇവിടെ ജോയിൻ ചെയ്യാൻ എത്തിയെന്നും ചിലരെയൊക്കെ കിരീടണിയിച്ച് കൊരങ്ങാക്കിന്നൊക്കെ കരക്കാര് പറഞ്ഞു ഞാൻ അറിഞ്ഞു. എന്തായാലും സന്തോഷായി. ഇങ്ങനെ ഒരു അവതാരം ഇവിടെ അത്യാവശ്യമായിരുന്നു. പാമ്പിന് ചെങ്കീരിയെ ചേരൂ. പിന്നെ ആ പാലക്കാടൻ ഓലനും കാളനും ഒക്കെ കൂട്ടി ഒരു പിടിപിടിച്ചിട്ട് കുറെ കാലായി. നല്ല വിശപ്പുണ്ട്. ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വരുമ്പോ നിനക്കൊന്ന് വിളിച്ചറിയിച്ചാലെന്താ? അതാണ് സർപ്രൈസ്. ഈ നാടൻ ചോറും കറിയും കാണുമ്പോ പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പഠിച്ചിരുന്ന കാലം ഓർമ്മ വരുന്നത്. മെസ്സിലെ ഭക്ഷണത്തിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു മോചനം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഒളിച്ചു കയറി കട്ട് തിന്നുന്നതില്ല. ഫോണേ. നീ എവിടെ പോണു? ഞാനങ്ങ് പോണില്ല. ഫോൺ ആന്റി ഫോൺ. മോളെ ഒന്ന് നോക്കിക്കോണേ. ആഹാ, മാങ്ങാച്ചാർ. ഞാൻ ഇവനെയല്ലേ അന്വേഷിച്ചത്. അതവിടെ കൊണ്ടുവയ്ക്കല്ലേ മോനെ. അയ്യോ, ആരോ താഴെ പോയി. എന്താ പറ്റിയേ? കസേര എവിടെ പോയി? 1 2 3 4 5 6 6 കസേര എന്റെ കസേര എവിടെ പോയി? എന്താ ഇത്? എന്ത് കഷ്ടം നോക്കൂ. ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ പിന്നെ വീടില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇവിടെ ഒരു കുട്ടിച്ചാത്തന്റെ കളിയുണ്ട്. ഈ കസേര മാത്രം എന്താ ഇങ്ങനെ? ഈ കസേര ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കണേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടല്ലോ. ഇനി രസം കൂടെ കൂട്ടി ഉണ്ടാ സദ്യ കേമ ഒഴിക്കട്ടെ. അശോ, ഒഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ മേത്താണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പഴാ രസം ശരിക്കും രസമായത്. സർ, താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് എന്നെ VSM റെക്കമെൻഡ് ചെയ്തു. നിന്റെ കർമ്മത്തിൽ നീ കാണിച്ച ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലം അതാണ് നിനക്ക് കിട്ടാൻ പോകുന്ന ഈ വിശിഷ്ട സേവാ മെഡൽ. ഒരിക്കലും അല്ല, അത് ഞാനിവിടെ കാലെടുത്ത് വെച്ചതിന്റെ ഐശ്വര്യ. ആന്റി എന്തെങ്കിലും ട്രീറ്റ് ചെയ്യണം. ഇതൊരു ആഘോഷമാക്കി മാറ്റണം. മറ്റവനും വേണം. പിന്നെ അവനില്ലാതെ നമുക്കെന്താ ആഘോഷം? വേണ്ട, അത് ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം. എന്തായാലും സ്പോൺസറെ ഞാൻ സംഭാവന ചെയ്തോളാം. നിക്കല്ലേ നമ്മുടെ പിസ്കനായ പിള്ളേച്ച. ഹലോ, ആ നീയോ? എന്തു പറ്റി ഇന്ന് ടിവിയിൽ നിന്റെ ഷോ കണ്ടില്ല? ഒക്കെ നേരി പറയാം. അത്യാവശ്യമായിട്ട് നീ ഒന്ന് ബിഗ് ബസാർ വരെ വരണം. എന്താ കാര്യം? പറയാം, നീ ഒന്ന് പെട്ടെന്ന് വന്നേ. ഹായ്. എന്താ മുദ്രമോതിര നഷ്ടപ്പെട്ട ശൗന്തളയെ പോലെ നീയാകെ ഡൾമൂഡിലാണല്ലോ. എന്താടി, പുതിയ വല്ല ഐറ്റോപ്പിക്കാനുള്ള സൂത്രപ്പണിയാണോ? എനിക്കറിയാം, നീ അതേ സംശയിക്കുള്ളൂ. ഞാൻ ആകെ ടെൻഷനില്ല. ആദ്യമായിട്ട് എന്റെ പ്രോഗ്രാം പോലെ ഒന്ന് തടസ്സപ്പെട്ടത് അറിയോ? കാരണം എന്റെ ക്യാമറമാൻ രാഹുൽ, അവൻ ആകെ പ്രോബ്ലത്തിലാ. അവനെന്ത് പ്രോബ്ലം? ഞാൻ കണ്ടില്ലേ, സോനം അവന്റെ ഗേൾഫ്രണ്ടാ. അവൾക്കിപ്പോ ത്രോട്ട് ക്യാൻസറിന്റെ ചെറിയൊരു സിംറ്റം. ട്രീറ്റ്മെന്റ് മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ രോഗിയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ അവൾ അവനെ മനഃപൂർവ്വം അകറ്റുക. ഒന്നിലും ശ്രദ്ധയില്ല. അവനിപ്പോ ആകെ വട്ടുപിടിച്ചിരിക്കുക. എവിടെ ക്യാമറ? പ്ലീസ്, ആ കണ്ണിലൂടെ നീ എന്നെ ഇപ്പൊ കാണരുത്. ആരെ വേണേലും ഞാൻ പിടിച്ച് സത്യം ചെയ്യാം. ഞാൻ പറയുന്നത് നേരാ. എക്സ്ക്യൂസ് മീ, ഇവിടെ വായു ഗുളിക കിട്ടോ? ഗെറ്റ് ലോസ്റ്റ്. അവൻ എന്തെങ്കിലും കടുങ്കായി ചെയ്യും, അതാ എന്റെ പേടി. ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് കേൾക്കുന്നില്ല. നീ ഒന്ന് പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തണം പ്ലീസ്. അല്ല, ഇതിനിപ്പോ എന്നെ തന്നെ വിളിച്ചു വരുത്താൻ കാരണം? ക്യാപ്റ്റൻ ചക്രപാണി നിന്റെ സീനിയർ ഓഫീസർ ആയതുകൊണ്ട്. ചക്രപാണി സാറിന്റെ ആരാ കുട്ടി?
മകൾ ഈ ഒരു കാര്യത്തിൽ ഇനിയും നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. പ്ലീസ് നീ ഒന്ന് പോയേ. ഏയ് ഓക്കെ ഓക്കെ, ഞാൻ വിശ്വസിക്കാം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എക്സ്ക്യൂസ് മീ. കുട്ടി വിചാരിക്കുന്ന പോലെ അത്ര വലിയ സംഗതികളൊന്നും കുട്ടിക്കില്ല. ഇതൊക്കെ ചികിത്സിച്ചാൽ ശരിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ അറിഞ്ഞു എന്നത് കാര്യാക്കണ്ട. തൊണ്ടയ്ക്കാണല്ലേ ഒക്കെ എനിക്കറിയാം. എന്തിനാ വെറുതെ ആ പാവത്തിന് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഈ പ്രണയം എന്ന് പറയുന്നത് ദിവ്യമായൊരു അനുഭൂതിയാണ്. അവിടെ തന്റെ ഇടമാണ് ആവശ്യം. നമ്മള് ഒന്നിനെ പേടിക്കാൻ പാടില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്. ചക്രപാണി സാറിനോട് ഞാൻ സംസാരിച്ചോളാം. എന്താണ് തനിക്ക് വേണ്ടത്? അത് ഞാൻ ഈ ചക്രപാണി സോറി ചക്രപാണി സാറിന്റെ മകളാന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസാരിച്ചു. നമ്പറായിട്ട് ഇറങ്ങും പെണ്ണുങ്ങളെ ശല്യപ്പെടുത്താൻ. ട്രീറ്റ്മെന്റില്ല. തന്നെ മരിച്ച കാമുകയോട് സാദൃശ്യമുള്ള ഏത് പെൺകുട്ടിയെ കണ്ടാലും ഒന്ന് നിയന്ത്രണം വിടും. അതിന് ചങ്ങലക്കിടല്ലേ വേണ്ടത്? ഉപദ്രവിക്കില്ല. സംസാരം കൊണ്ടുള്ള ശല്യേ ഉള്ളൂ. അതുകൊണ്ടാ ചങ്ങലക്കിടാത്തത്. അതെ അതെ, സാറ് ധൈര്യമായിട്ട് പോയിക്കോട്ടെ. കടുവയെ പിടിച്ച കിടുവ. എപ്പടി ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്തത് ഒരു എപ്പിസോഡാ. നാട്ടുകാരുടെ മുമ്പിൽ നീ അലങ്കോലപ്പെടുത്തിയ എന്റെ ഇമേജ് തിരിച്ചെടുക്കാൻ ഇത് മാത്രം മതി എനിക്ക്. ദിസ് ഈസ് ദ പിങ്കി ഷോ. അയ്യോ, ഇവിടെ ഇരുന്ന് പാദസരം ഇവിടെ പോയി. പാദസരോ? ആ കുട്ടി എടുത്തിട്ട് പോണ കണ്ടു. കാശ് തന്നില്ലേ? അവിടെ നിന്നേ. ഇതെവിടെ വന്നു? നമുക്കെന്നാ കൗണ്ടർ കൊടുക്കാം. നിക്കവിടെ. സെക്യൂരിറ്റി സെക്യൂരിറ്റി, പാദസരം മോഷ്ടിച്ചിട്ട് കടന്നു കളയാനുള്ള ശ്രമത്തിലാ. എനിക്കൊന്നും അറിയില്ല. അറിയില്ലേ? പിന്നെ ഇതെങ്ങനെ കയ്യിൽ വന്നു? ഞാൻ പറയുന്നത് സത്യം. അവനെയൊന്നും വേണ്ട. പ്ലീസ് എന്നെ വിശ്വസിക്കേ. അതെ, കണ്ടാലറിയാം തട്ടിപ്പ് കേസ് കേട്ടാണ്. കോൾ ദ പോലീസ്. എക്സ്ക്യൂസ് മീ, പോലീസിനൊന്നും വിളിക്കണ്ട. ഈ കുട്ടി എനിക്കറിയാം. എന്റെ അച്ഛന്റെ പേഷ്യന്റാ. മൈ ഫാദർ ഈസ് ഡോക്ടർ നാഥ്, സൈക്കാട്രിസ്റ്റ്. ഇതൊരു തരം അസുഖ. വളരെ വില കൂടി എന്ത് വസ്തുക്കൾ കണ്ടാലും അപ്പൊ തന്നെ അടിച്ചുകൊണ്ട് പോവുക. ക്ലെപ്റ്റോമാനിയ എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. പോലീസിന്റെ കാശ് ഞാൻ തരാം. ഇതിന്റെ പേര് കൂടി ഒന്ന് പാക്ക് ചെയ്തോളൂ. ദിസ് ഇസ് മൈ ക്രെഡിറ്റ് കാർഡ്. കൃത്യസമയത്ത് സാർ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു പോലീസ് കേസ് ആയനെ. എന്ത് ചെയ്യാനാ, ഭ്രാന്തിന് വരെ ചികിത്സയുണ്ട്. പക്ഷെ ക്ലെപ്റ്റോമാനിയക്ക് ചികിത്സക്ക് ഒറ്റ മരുന്നേ ഉള്ളൂ. നല്ല നീളത്തിലൊരു ചൂരിലെടുത്ത് നന്നായി പഴുപ്പിച്ച് നല്ല കാന്താരി മുളക് ഇങ്ങനെ തിരുമി തിരുമി അതിൽ പിടിപ്പിച്ചിട്ട് ഈ പാന്റ് ഇങ്ങനെ ഒരു ചന്തിക്കടിക്കുക. ഐ എം ലഫ്റ്റനന്റ് കമാൻഡർ സഞ്ജയ് നാഥ്. ഇതെങ്ങാണ് ഫ്ലാഷ് ആയി നമ്മുടെ പ്രോഗ്രാം തന്നെ ക്യാൻസൽ ആവും. ഇങ്ങനെ ഒരു പാരപണിയൊന്നും പ്രതീക്ഷിച്ചില്ല. ബോബന് മോളി എന്താ പെട്ടെന്ന് തടി തപ്പിയത്? മുല്ലാക്കയ്ക്ക് ഉറുക്ക് കെട്ടാൻ മെനക്കിടരുത്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ഒരടി പുറകോട്ട് വെച്ചത് 3 അടി മുന്നോട്ട് ചാടാനായിരുന്നു. ഏയ്, ദിസ് ഈസ് നോട്ട് പിങ്കി ഷോ, ദിസ് ഈസ് സഞ്ജയ് ഷോ. ഓക്കേ? നല്ല പാവല്ലേ? ഇളിക്കല്ലേ നീ അപ്പൊ അവന്റെ ആളായോ? അവരോട് തോറ്റാൻ എന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നേ? നിങ്ങൾ രണ്ടും പണ്ടേ പരസ്പരം പാരകളാ. ആരെങ്കിലും ഒരാളൊന്നടങ്ങണം. വരട്ടെ, ഇനി കിട്ടുമല്ലോ. വിടില്ല ഞാൻ അവനെ. നീ ഇനി പോരിനൊന്നും പോണ്ട. വെറും പാവാ അത്. എന്തൊക്കെ പറഞ്ഞാലും അവൻ വന്നേ പിന്നെ നമ്മുടെ അമ്മയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാന്നോ. അമ്മയുടെ ഉത്സാഹവും സന്തോഷവും ഒക്കെ നീ ശ്രദ്ധിച്ചോ? പൂജ ദാ വരുന്നമ്മേ. കേട്ടില്ലേ?